ഹലോ, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ നമ്മുടെ റമദാനൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈദാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഡ്രസ്സ് കളക്ഷൻസിൻ്റെ വീഡിയോ കേട്ടോ. ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ പോയതും എവിടെ പോയതും എങ്ങനെ പോയതെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് ചെയ്തിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ അനിയത്തിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നിലമ്പൂർ പോയിട്ട് എല്ലാവരും ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരുന്നു. അന്ന് ഓള് പോന്നിട്ടില്ലായിരുന്നു, അപ്പോൾ ഓൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മഞ്ചേരിയുള്ള അയാ ഫാഷൻ സ്റ്റോറിലാണ് കേട്ടോ പോന്നിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടറിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ചേരിക്ക് ഞങ്ങൾക്ക് എപ്പോഴും പൊതുവെ വരുന്നതുകൊണ്ട് വലിയ ലോങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ അയാമക്ക് പോകുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പം തന്നെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, രാവിലെ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത്, ഏറെക്കുറെ സ്ഥലത്തും സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഡ്രസ്സൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു 2 സാധനമാണ് ഫൈനലി ഓൾക്ക് പറ്റിയത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കയ്യിൽ പിടിച്ചാണ്ട് ഞാൻ അവിടെ സൈഡിൽ ഇരുന്നു കേട്ടോ. ഇനി ഓള് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് വേറെ നല്ലതുണ്ടോ എന്നുള്ളത്. അതിന് ശേഷം ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് നേരെ ഞാൻ പോയത് എൻ്റെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിലേക്കാട്ടോ, ലാറോസേക്കാണ് പോയത്. എനിക്ക് ക്രാഫ്റ്റിന് ബേസ് ചെയ്തിട്ടൊന്നും കാര്യമായിട്ട് വാങ്ങാനില്ലായിരുന്നു. പക്ഷേ മഞ്ചേരി വന്നാൽ എന്ത് വാങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് ഒപ്പിട്ടിട്ടേ ഞാൻ പോവാറുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് വാച്ചിൻ്റെ കടയിലാട്ടോ. അപ്പോൾ എൻ്റെ ബാറ്ററി സ്റ്റോപ്പായിരുന്നു. അപ്പോൾ അത് ബാറ്ററി ഇട്ടാണ്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയിരുന്നത് കേട്ടോ. അതിന് ശേഷം പിന്നെ എനിക്കൊരു പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. റിംഗ് ആൽബത്തിനുള്ള ഒരു 3 സെറ്റ് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്നും പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ തന്നെ ഫ്യൂച്ചർക്കാണ് പോയത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വന്ന സാധനം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കലും അതുപോലെ തന്നെ ലാറോസയിലും പോയി. ഇപ്പോൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ. ബാക്കി വീട്ടിലെത്തിയിട്ട് കാണിക്കാം. അങ്ങനെ ഈവനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വീട്ടിലെത്തിയപ്പം തന്നെ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ നോമ്പൊക്കെ തുറന്നപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇനി നൈറ്റാണ് കേട്ടോ. നൈറ്റ് ഞാൻ 2 ഫ്രെയിം ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ മുമ്പേ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊന്നും എനിക്കൊന്ന് മേടിക്കാനില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് സെറ്റ് ചെയ്ത് വെക്കണം, എനിക്ക് നാളെ എക്സാമാണ്. അപ്പോൾ ഇത് മിസ്സിന് കൊടുക്കാനുള്ളതാണ് നാളെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം എനിക്കിതൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ. ഒരു റിംഗ് ആൽബം കൂടി എനിക്ക് കട്ട് ചെയ്യാനും സെറ്റാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് പൊതിയണം. അതുപോലെ തന്നെ 2 വാലറ്റും കൂടി എനിക്ക് കൊടുക്കാനുണ്ട് കേട്ടോ നാളെ തന്നെ. അപ്പോൾ ഇനി നമ്മളിതൊന്ന് വേഗം ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് പൊതിയാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് പൊതിഞ്ഞിട്ടോ. ഞാൻ ഈ പൊതിയുന്നതും അതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതും ഒക്കെ ലൈവായിട്ട് എനിക്ക് വീഡിയോ കാണിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഒപ്പം മാനേജ് ചെയ്യാൻ കഴിയില്ലല്ലോ, കാരണം കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ ഫോൺ പിടിക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും എന്നെ കൊണ്ടിട്ടൊക്കെ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആദ്യം കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മളിന്ന് പ്രിൻ്റ് എടുത്ത് വന്ന സാധനം. റിംഗ് ആൽബത്തിനുള്ളത് 3 സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ നമ്പർ ഇട്ട് തന്നുകൊണ്ട് നന്നായിട്ട് മടങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടില്ലേ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ആദ്യം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ഓരോന്നോരോന്നും കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് കട്ട് ചെയ്യാനുള്ള മെഷീനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ കത്രിക യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് കട്ടാക്കൽ കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചട്ടയെന്നല്ല, ഒരു റെക്കോർഡ് പോലത്തെ ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എനിക്കതൊക്കെ കൊണ്ട് ഡയറക്റ്റ്ലി കാണിച്ചു തരാൻ പറ്റില്ല, ഫോണും എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 56-60 ഫോട്ടോസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അത്രയും ഫോട്ടോസ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോന്നോരോന്നിച്ചെടുത്തിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ എനിക്കിതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പണിയും കഴിയും. പിന്നെ എനിക്ക് നാളെ എക്സാമാണ്, അതിലുള്ള എന്തെങ്കിലുമൊക്കെ നോക്കുകയൊക്കെ വേണം കേട്ടോ.
അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 56 ഫോട്ടോസാണുള്ളത്, 4 സെറ്റായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. പക്ഷേ എല്ലാം കൂടെ ഒരു ബോക്സിൽ ഇങ്ങനെ കൊടുക്കുന്നത്, ഇത് മുഴുവനും ഒരു കസ്റ്റമേഴ്സിനുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു 4 കാർഡ് എടുത്തിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഒരു 4 കാർഡ് ഞാൻ എടുത്തിരുന്നു. അതെന്ന് പറഞ്ഞാൽ എന്തായാലും അതിൽ കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പ്രിൻ്റ് അടിച്ചപ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു 4 കാർഡും കൂടെ എടുത്തു. അത് ഞാൻ അവരോട് ചോദിച്ചിരുന്നു കേട്ടോ. ഐ മീൻ റൂമിൽ സെറ്റ് ചെയ്യാനായതുകൊണ്ട് തന്നെ ഓര് പറഞ്ഞ ക്യാപ്ഷൻസ് വെച്ചിട്ട് തന്നെ ഞാനൊരു 4 കാർഡും കൂടെ അടിച്ചു കേട്ടോ. അത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ ഞാൻ 4 സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വേസ്റ്റ് ആയതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടോ. ഒരുപാട് കട്ട് ചെയ്ത പേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ഞാൻ 60 ഫോട്ടോസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം പാടെ ഒരുമിച്ച് ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നില്ല. ആദ്യം ഞാൻ കുറച്ചെടുത്തു കേട്ടോ, കുറച്ച് ഇത്ര വെച്ചിട്ട് എടുത്തു. പിന്നെ ഞാൻ എല്ലാതും കൂടെ അപ്പോൾ അത് ജസ്റ്റ് വെച്ച് നോക്കിയിട്ടൊന്ന് എടുത്ത് നോക്കി കേട്ടോ. പക്ഷേ എല്ലാം കൂടി നമുക്കിതിൽ കൊള്ളുന്നില്ല, നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആകെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കും എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് മാത്രം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഫോട്ടോസ് എടുക്കാം കേട്ടോ. അത് ടോട്ടൽ 56 ഫോട്ടോസാണ് ഉള്ളത് കേട്ടോ. ഇതെല്ലാം ഒരു കസ്റ്റമറിനുള്ളതാണ്. ഇനിയിപ്പോൾ കസ്റ്റമർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, 10ാം ക്ലാസ്സിലുണ്ടായിരുന്ന. അപ്പോൾ ബേബിൻ്റെ ബർത്ത്ഡേക്കാണ് ഓളിത് ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റിംഗ് ആൽബം പോലെ ഹോളടിച്ചിട്ടൊന്നുമില്ല. കാരണം ഇത് നമ്മൾ റൂമിൽ LED ലൈറ്റിലൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, അതുപോലെ സെറ്റ് ചെയ്യാനാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഹോളൊന്നും അടിക്കാത്തത്. പോളറൈഡ് ഫോട്ടോസ് ലൈറ്റുമ്മ സെറ്റ് ചെയ്യാനാണ് ഒരു ചോദിച്ചത് കേട്ടോ. അതിനുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ഇനി ഇതിന്മേ LED കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇതിനുള്ളൊരു ചെറിയൊരു പിന്നുണ്ട്, അതും കൂടെ ഇതിന്മേ ക്ലിക്കാക്കി കൊടുത്താൽ ഈ സാധനം അടിപൊളിയായിട്ട് നമുക്ക് റൂമിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റിംഗ് ആൽബത്തിനുള്ളതല്ല, ഇത് നമ്മൾ റൂമിൽ പോളറൈഡ് ഫോട്ടോസ് LED ലൈറ്റിന് കണക്ട് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ അവർക്ക് റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള രീതിക്കാണ് അവർക്ക് കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്ര സൈസാക്കിയത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു കസ്റ്റമേഴ്സിനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ കസ്റ്റമർ ആരാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ കൂടെ 10th പഠിച്ച ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഓളെ കുട്ടിയുടെ ബർത്ത്ഡേക്കാണ് ഓളത് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ 15 ഫോട്ടോസ് 150 രൂപക്കാണ് കൊടുത്തിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈദ് പ്രമാണിച്ച് ഓഫർ ഇട്ടത് 20 ഫോട്ടോസ് 150 രൂപക്കാണ് കേട്ടോ. അങ്ങനെ ഇത് ടോട്ടൽ 56 ഫോട്ടോസാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തു. പിന്നെ റീൽ എടുക്കാനുള്ള വീഡിയോസും ഞാൻ എടുത്തു കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മുഴുവൻ ഫോട്ടോസും ഞാൻ ഒരു ബോക്സിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാം ഒരു കസ്റ്റമേഴ്സിനുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ വേറെ വേറെ ബോക്സായിട്ട് നമ്മളത് ചെയ്യണ്ടല്ലോ, എല്ലാം ഒരു ബോക്സിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു കസ്റ്റമേഴ്സിനായതുകൊണ്ട് നമ്മൾ ഒറ്റ ബോക്സിൽ തന്നെയാണ് കേട്ടോ എല്ലാം കൂടെ വെക്കുന്നത്. പിന്നെ എക്സ്ട്രാ അടുത്ത് 4 കാർട്ടും ഇതിൽ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.